അതുകൊണ്ടിത് പഴയ ഇതിഹാസങ്ങളുടെ അവസാന ലോകകപ്പ് മാത്രമല്ല, പുതിയ രാജാക്കന്മാരുടെ ജനനം കൂടിയാണ്. ആരായിരിക്കും ഇത്തവണത്തെ വിജയി? നിങ്ങളുടെ ഫേവറേറ്റ് ടീമും നിങ്ങളുടെ ഫേവറേറ്റ് കളിക്കാരനെയും കമന്റ് ചെയ്യും. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം വീണ്ടും ആരംഭിക്കുകയാണ്. ഇത്തവണ ഒരു സാധാരണ വേൾഡ് കപ്പല്ല, ഒരുപക്ഷെ ഒരു തലമുറയുടെ അവസാന ഫുട്ബോൾ അധ്യായവും ഒരു തലമുറയുടെ തുടക്കവുമായിരിക്കാം. കാരണം ഫുട്ബോളിന്റെ സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ എന്നിവർ വീണ്ടും ലോകകപ്പ് വേദിയിൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇവരുടെ അവസാന ലോകകപ്പ് ആയിരിക്കാം ഇത്. ആരായിരിക്കും കപ്പിൽ മുത്തമിടുക? നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീം പരിശോധിച്ചാൽ ബ്രസീലായിരുന്നു 2005 വരെ. പക്ഷെ ഇപ്പോൾ ഒന്നാമത് അർജന്റീനയും മെസ്സിയുമാണ്. തുടർന്നാണ് ബ്രസീലും പോർച്ചുഗലും മറ്റു ടീമുകളും വരിക. ലോകകപ്പ് നേടി ചരിത്രം കുറിച്ച മെസ്സി അവസാനമായി വീണ്ടും മാജിക് കാണിക്കുമോ? അതോ റെക്കോർഡുകളുടെ രാജാവായ ക്രിസ്ത്യാനോ തന്റെ 6ാം ലോകകപ്പിൽ സ്വപ്ന കിരീടം ഉയർത്തുമോ? അതോ ബ്രസീലിന്റെ സൂപ്പർ താരം നെയ്മർ പരിക്കിൽ നിന്നും മുക്തനായി വന്ന് ബ്രസീലിനെ ലോക ചാമ്പ്യനാക്കുമോ? പക്ഷേ 2026 ഫുട്ബോൾ ലോകകപ്പ് വെറും മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ മാത്രമല്ല. ലോകത്ത് ഞെട്ടിക്കാൻ തയ്യാറായി നിൽക്കുന്ന മറ്റു സൂപ്പർ ടീമുകളും താരങ്ങളുമുണ്ട്. ഫ്രാൻസിനായി വേഗത്തിന്റെ രാജാവ് എംബാപ്പെ, സ്പെയിനിനായി പുതിയ അത്ഭുത ബാലൻ ലാമിൻ യമാൽ, ഇംഗ്ലണ്ടിനായി ബെല്ലിംഗ്ഹാം, നോർവേക്കായി ഗോൾ മെഷീൻ ഹാലൻഡുമുണ്ട്. അതുകൊണ്ട് ഇത് പഴയ ഇതിഹാസങ്ങളുടെ അവസാന ലോകകപ്പ് മാത്രമല്ല, പുതിയ രാജാക്കന്മാരുടെ ജനനം കൂടിയാണ്. ആരായിരിക്കും ഇത്തവണത്തെ വിജയി? നിങ്ങളുടെ ഫേവറേറ്റ് ടീമും നിങ്ങളുടെ ഫേവറേറ്റ് കളിക്കാരനെയും കമന്റ് ചെയ്യും.